മുത്തങ്ങ സമരത്തിലേക്ക് ആദിവാസികളെ നയിച്ച കാരണം എന്താണ്? എ.കെ. ആൻ്റണി മാത്രമാണോ മുത്തങ്ങ സമരത്തിന് കാരണക്കാരൻ? അവിടെ ഉണ്ടായ വെടിവെപ്പിന് കാരണക്കാരനും എ.കെ. ആൻ്റണി മാത്രമാണോ? അല്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. കാരണം മുത്തങ്ങ സമരത്തിലേക്ക് ആദിവാസികൾ എത്തിപ്പെട്ടതിൻ്റെ കാരണം ഇവിടെ കേരളം ഭരിക്കുന്ന ഇടതു വലതു മുന്നണികളുടെ വഞ്ചനയുടെ തിരിച്ചടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഷേധം മാത്രമാണ്. അത് പക്ഷേ കേരളം കണ്ട അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആദിവാസികളുടെ ഐതിഹാസിക സമരമായി വാഴ്ത്തപ്പെട്ടു. പക്ഷേ അപ്പോഴും ആദിവാസികൾക്ക് ഭൂമി ലഭിച്ചോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ ഒരു കബളിപ്പിക്കപ്പെടലിൻ്റെയും വഞ്ചനയുടെയും കഥകൾ മാത്രമാണ് അതിൻ്റെ ഒരു ഭൂതകാലം അങ്ങനെ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇപ്പോഴും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളം എത്രത്തോളം പരിഷ്കൃതമാണെന്ന് പറഞ്ഞാൽ പോലും വയനാട്ടിലെയും അട്ടപ്പാടിയിലെയും ഇടുക്കിയിലെയും എല്ലാം ആദിവാസി ജീവിതങ്ങൾ ഇപ്പോഴും ദുരിതപൂർണ്ണമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനൊരു എ.കെ. ആൻ്റണി മാത്രമാണ് കുറ്റക്കാരൻ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. പക്ഷേ മുത്തങ്ങ സമരം നമുക്കറിയാം ആദിവാസി സമര ചരിത്രത്തിൻ്റെ രക്തപങ്കിലമായ ഒരു ഏടുകൂടിയായിട്ടാണ് എഴുതി ചേർക്കപ്പെട്ടത്. കാരണം അവിടെ നടന്നിരിക്കുന്നത് 2001 ആദിവാസികൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരത്തിന് നേതൃത്വം നൽകുന്നു. C.K. ജാനുവും ഗീതാനന്ദനും ഉൾപ്പെടെയുള്ള ആദിവാസി ഗോത്ര മഹാസഭാ നേതാക്കളായിരുന്നു ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. ഇതേ തുടർന്ന് ആദിവാസി ക്ഷേമ സമിതി പ്രവർത്തകരുമായി ആദിവാസി ഗോത്ര മഹാസഭാ പ്രവർത്തകരുമായി മുഖ്യമന്ത്രി എ.കെ. ആൻ്റണിയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നു. മുഖ്യമന്ത്രി കൂടാതെ അന്നത്തെ മറ്റു മന്ത്രിമാരായ P.K. കുഞ്ഞാലിക്കുട്ടി, K.M. മാണി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും ഈ ആദിവാസികളുടെ ഇത് അംഗീകരിക്കുന്നു. അതായത് ആദിവാസികളുടെ ഡിമാൻഡ് പ്രധാനമായും അവർക്ക് 5 ഏക്കർ ഭൂമി, കൃഷിയോഗ്യമായ ഭൂമി നൽകുക എന്നുള്ളതായിരുന്നു. ഇത് നൽകാൻ 5 ഏക്കർ വരെ ഭൂമി ലഭ്യമാവുന്ന സ്ഥലങ്ങളിൽ ആദിവാസിക്ക് 5 ഏക്കർ ഭൂമിയും അല്ലാത്ത സ്ഥലങ്ങളിൽ അതനുസരിച്ചുള്ള സൗകര്യമുള്ള രീതിയിലുള്ള വിസ്തൃതിയുള്ള ഭൂമിയും നൽകാൻ തീരുമാനിക്കുന്നു. പക്ഷേ 1 വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ യാതൊരു നടപടിക്രമങ്ങളും ഉണ്ടായില്ല. 2002 എത്തുന്നു. 2002 സമയത്തും കൃത്യമായി തന്നെ ആദിവാസി ഗോത്രമഹാസഭയും മറ്റുള്ള ആദിവാസി സംഘടനകളും ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനെ സമീപിക്കുന്നു. അതിലേക്കൊന്നും തീരുമാനത്തിലേക്ക് എത്തുന്നില്ല. പക്ഷേ 2003 സമരത്തിന് നിർബന്ധിതമാവുകയായിരുന്നു ആദിവാസികൾ ചെയ്തത്. 2003 ജനുവരിയിൽ ആദിവാസികൾ വയനാട് വന്യജീവി സങ്കേതത്തിനകത്ത് കുടിൽ കെട്ടിയുള്ള സമരത്തിന് നേതൃത്വം നൽകുന്നു. തുടർന്നുണ്ടായ സംഭവങ്ങളാണ് 2003 ഫെബ്രുവരി 19 ഉണ്ടായ വെടിവെപ്പ്. ആ വെടിവെപ്പിൽ ഒരു ആദിവാസി നേതാവായ ജോഗി മരിക്കുന്നു. ഒപ്പം തന്നെ ആദിവാസികളുടെ വെട്ടേറ്റെന്നാണ് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ വിനോദ് കുമാറും അവിടെ നിന്ന് കൊല്ലപ്പെടുന്നു. പക്ഷേ ഈ ഒരു ആദിവാസി മാത്രമാണ് ഈ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് എന്നുള്ള ചോദ്യം ഇപ്പോഴും പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമുണ്ട് നരിവേട്ട. നരിവേട്ടയ്ക്കകത്ത് പറയുന്നത് കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു അല്ലെങ്കിൽ പഞ്ചസാര ഉപയോഗിച്ച് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു ആദിവാസി മാത്രമാണ് വെടിയേറ്റ് മരിച്ചത് എന്ന് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള നിരവധി കാരണങ്ങളുണ്ട്. കാരണം പല കോളനികളിൽ നിന്നും വന്ന ആദിവാസികളെ കാണാതായിട്ടുണ്ട്. കാരണം നമ്മളെപ്പോലെ കൃത്യമായ ഒരു മേൽവിലാസം അല്ലെങ്കിൽ കൃത്യമായ ഒരു സ്ഥലത്ത് താമസിക്കുന്നവരല്ല. ഒരു ഊരിൽ നിന്ന് മറ്റൊരു ഊരിലേക്ക് പോകുന്ന പല രീതിയിലുള്ള ആദിവാസി ഗോത്ര വിഭാഗങ്ങളുണ്ട്. പ്രാക്തന ഗോത്രവർഗ്ഗങ്ങളുണ്ട്. അതുപോലെ തന്നെ പണിയ വിഭാഗങ്ങൾ പോലുള്ള അതുകൊണ്ട് അടിയ വിഭാഗങ്ങളുണ്ട്. ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് ഒരു കോളനിയിൽ നിന്ന് മറ്റൊരു കോളനിയിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇടുക്കിയിൽ നിന്ന് വയനാട്ടിലേക്ക് വരുന്നവരുണ്ടാവും. വയനാട്ടിലെ തന്നെ ഒരു കോളനിയിൽ നിന്ന് മറ്റൊരു കോളനിയിലേക്ക് പോകുന്നവരുണ്ടാവും. ഗൂഡല്ലൂരിൽ നിന്ന് വരുന്നവരുണ്ടാവും. നിലമ്പൂരിൽ നിന്ന് വരുന്നവരുണ്ടാവും. ഇങ്ങനെ പല കോളനികളിലും ആദിവാസികളെ കാണാതായി എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. ഇതിൽ കൂടുതൽ പേർ വെടിയേറ്റ് മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മൃതദേഹം എവിടെ എന്നുള്ളൊരു ചോദ്യം പൊതുസമൂഹം ഇപ്പോഴും ഉയർത്തുന്നുണ്ട്. എങ്കിലും അത് വലിയ എന്തായാലും എ.കെ. ആൻ്റണിയെല്ലാം സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയായി. നമുക്കറിയാം എ.കെ. ആൻ്റണിയെ പോലെ ഒരു മുഖ്യമന്ത്രി, അദ്ദേഹം ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ശോഭിക്കാൻ കഴിയാതെ പോയതാണെങ്കിൽ പോലും ആൻറ്റി കറപ്റ്റഡായ, അതായത് അഴിമതി വിരുദ്ധനായ, ഒരിക്കലും ഒരു താല്പര്യത്തിന് വേണ്ടി ആരെയും സംരക്ഷിക്കാത്തൊരു നേതാവായിരുന്നു എ.കെ. ആൻ്റണി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ ഏറ്റവും അദ്ദേഹത്തിന് ഇപ്പോഴും അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയായിരിക്കും മുത്തങ്ങയാണെങ്കിലും മാറാടാണെങ്കിലും ശിവഗിരി ആണെങ്കിലും എല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. അതിലേറ്റവും പ്രധാനം മുത്തങ്ങ തന്നെയാണ്.
പക്ഷേ അതിനുശേഷം ആൻ്റണി കൃത്യമായി തന്നെ ആദിവാസികൾക്ക് ഭൂമി കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളുണ്ടായി. ആറളം ഫാമിലും മറ്റും ഭൂമി ഏറ്റെടുക്കാൻ ശ്രമം നടന്നു. അവിടെ പക്ഷേ മറ്റ് തൊഴിലാളികളെ, ആറളം ഫാമിലെ തൊഴിലാളികളെ ഇറക്കിക്കൊണ്ടത് തടയാനുള്ളൊരു ശ്രമം ഒരു ഭാഗത്തു നിന്നുണ്ടായി. ഈ ആദിവാസികൾക്ക് ഭൂമി ലഭിക്കുന്നത് തടയാനൊരു നീക്കം CPM-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. കാരണം ആൻ്റണിയുടെ കാലത്ത് ആദിവാസിക്ക് ഭൂമി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ CPM-ൻ്റെ നിലനിൽപ്പ്, ഈ ആദിവാസി ക്ഷേമം പറഞ്ഞുകൊണ്ടുള്ള CPM-ൻ്റെ നിലനിൽപ്പ് ഉണ്ടാവില്ല എന്നറിഞ്ഞുകൊണ്ട് പ്രാദേശിക തലത്തിൽ ഉണ്ടായി. പക്ഷേ VS അച്യുതാനന്ദനെ പോലെയുള്ള മുൻനിര നേതാക്കൾ അന്ന് ആദിവാസികൾക്ക് ഭൂമി ലഭിക്കണം, ആറളം ഫാമിലാണെങ്കിലും മറ്റും ഭൂമി ലഭിക്കണം എന്നാവശ്യപ്പെട്ടതാണ്. കാരണം അത്രയും നമ്മുടെ മുഖ്യധാരയിൽ നിന്ന് നിഷ്കാസിതരായ, മുഖ്യധാരയിൽ നിന്ന് തൂത്തെറിയപ്പെട്ട ഒരു വിഭാഗമാണ് ആദിവാസികൾ. അവർക്ക് പിന്നീട് പല സ്ഥലങ്ങളിലും ഭൂമി ലഭിച്ചു. ആറളം ഫാമിൽ ഉൾപ്പെടെ ഭൂമി ലഭിച്ചെങ്കിൽ പോലും അവിടെ ഈ ജനവാസയോഗ്യമല്ലാത്ത സ്ഥലങ്ങളിൽ ഉൾപ്പെടെയാണ് ഭൂമി ലഭിച്ചത്. അവിടെ ഈ വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുന്ന പ്രദേശങ്ങളാണ്. വയനാട്ടിലാണെങ്കിലും സുഗന്ധഗിരിയിലും മറ്റും വന്യമൃഗശല്യമുണ്ട്. ആദിവാസിക്ക് ഭൂമി ലഭിച്ചെങ്കിലും അത് പരിപാലിക്കുന്നതിനും അവിടെ കൃഷി ഇറക്കുന്നതിനുമൊന്നുമുള്ള സാമ്പത്തിക സഹായമൊന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും ഭൂമി ഇപ്പോഴും അന്യാധീനപ്പെട്ട് കിടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇങ്ങനൊരു വെടിവെപ്പ് നടന്നു. അത് ആദിവാസികളെ കൂട്ടത്തോടെ നിഷ്കരണം ഇല്ലാതാവുക എന്നുള്ളൊരു ലക്ഷ്യം അതിന് പിന്നിലില്ലായിരുന്നു. പക്ഷേ എങ്കിൽ പോലും വയനാട് വന്യജീവി സങ്കേതത്തിനകത്ത് കയറിയ ആദിവാസികളെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിപ്പിക്കണം എന്നുള്ള കേന്ദ്ര നിർദ്ദേശം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെയും കേന്ദ്ര വനം വന്യജീവി ബോർഡിൻ്റെയും ഒരു നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം അനുസരിച്ചാണ് അവിടെ നിന്ന് മാറ്റാനുള്ളൊരു നീക്കം നടക്കുന്നത്. പക്ഷേ അതിനിടയ്ക്കാണ് വിനോദ് കുമാർ എന്ന പോലീസ് കോൺസ്റ്റബിൾ വെട്ടേറ്റ് മരിക്കുന്നത്. ആദിവാസികളുടെ വെട്ടേറ്റ് മരിച്ചു എന്നാണ് പറയുന്നത്. അയാൾ വെട്ടിക്കുന്നത് ആദിവാസികൾ തന്നെയാണോ എന്നുള്ള കാര്യത്തിലൊന്നും നമുക്കൊരു വ്യക്തതയിൽ ഇപ്പോഴും എത്തിയിട്ടില്ല. എന്തായാലും അതിന് ശേഷമാണ് പോലീസ് ഒരു ആക്ഷന് തയ്യാറാകുന്നത്. പക്ഷേ പോലീസിൻ്റെ ആക്ഷൻ നമുക്ക് കാണാം, അത്രയും ഭീകരമായിരുന്നു. കാരണം പോലീസ് എന്നുള്ള സംവിധാനം ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും എല്ലാം തന്നെ പോലീസ് എന്ന സംവിധാനം എങ്ങനെയാണ് ഏറ്റവും ദുർബലരായ, ഏറ്റവും അധസ്ഥിതരായ, ഏറ്റവും അധകൃതരായ ഒരു വിഭാഗത്തിനെ എങ്ങനെ പോലീസ് കൈകാര്യം ചെയ്യുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുത്തങ്ങയിൽ നമ്മൾ കണ്ടത്. കിട്ടിയ വസ്തുക്കൾ ഉപയോഗിച്ച് അടിക്കുകയും വെടിവെക്കുകയും കൂട്ടത്തോടെ വെടിവെക്കുകയാണ് ഉണ്ടായത്. റബ്ബർ ബുള്ളറ്റ് അല്ല ആദ്യം ഉപയോഗിച്ച്, റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ചല്ല ആദിവാസിയെ വെടിവെച്ച് എന്നുള്ളത് നമുക്കൊക്കെ വ്യക്തമാണ്. റബ്ബർ ബുള്ളറ്റാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷേ ഈ ജോഗി കൊല്ലപ്പെടില്ലായിരുന്നു. അങ്ങനെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ആദിവാസിക്ക് വേണ്ടി ഒരു രക്തസാക്ഷി മണ്ഡപം മുത്തങ്ങയിലെ തകരപ്പാടിയിൽ ഉയർന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആദിവാസികളെ ചൂഷണം ചെയ്തും അവരെ വോട്ട് ബാങ്കാക്കി മാറ്റിയ ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലുള്ളത്. ഒരു തരത്തിലും ആദിവാസിക്ക് ഒരു തരത്തിലും അവരുടെ മുഖ്യധാരയിലേക്ക് അവരെ എത്താൻ കഴിയാത്ത രീതിയിലേക്ക് സാമൂഹികരമായ ഭ്രഷ്ട് നേരിടുന്നവരാണ്. ഒരു സോഷ്യൽ ബോയ്ക്കോട്ട് എന്നൊക്കെ പറയുന്നവരെ മുഖ്യധാര ആദിവാസിക്ക് ഒരു കാലത്തും അവർക്ക് ആ വനത്തിൽ തന്നെ താമസിക്കുക അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കൊരു പൊതുസമൂഹം ഒരു തരത്തിലും അവരെ അംഗീകരിക്കാത്ത നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് വയനാട്ടിലെ കുടിയേറ്റക്കാർ വലിയ രീതിയിൽ ചൂഷണം ചെയ്തു വരുന്നു. അതിനെ പിന്നീട് രാഷ്ട്രീയക്കാർ ഉപയോഗിച്ച് വരുന്നു. ഒരു വോട്ട് ബാങ്കിന് വേണ്ടി മാത്രമാണ്. കാരണം നമുക്കറിയാം 2001 പനവല്ലി കേന്ദ്രീകരിച്ചാണ് ആദ്യമായിട്ട് ആദിവാസി ഭൂസമരത്തിന് നീക്കം നടത്തിയത്. അന്ന് CK ജാനുവും സംഘവുമാണ് അങ്ങനെ ഒരു നീക്കം നടത്തിയത്. CK ജാനു ആദ്യം KSKTയുടെ ഭാഗമായിരുന്നു, CPM-ൻ്റെ നിയന്ത്രണത്തിലുള്ള. അതിനുശേഷമാണ് പിന്നീട് ഇതിലേക്ക് വരുന്നത്. പക്ഷേ എന്തുകൊണ്ട് ആ സമരം വേണ്ട രീതിയിൽ ഉണ്ടായില്ല. അതിനുശേഷം കേരളം കണ്ട ഏറ്റവും വലിയ സമരം മുത്തങ്ങ സമരം തന്നെയായിരുന്നു. ശേഷവും ഒരുപാട് ഭൂസമരങ്ങൾ നമ്മൾ കണ്ടു. വയനാട്ടിൽ നിരവധി ഭൂസമരങ്ങൾ കണ്ടു. പക്ഷേ ആദിവാസിക്ക് കൃത്യമായി ഭൂമി കിട്ടിയോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഒരു ഉത്തരമില്ല. കാരണം കോളനൈസേഷൻ കാലത്ത് വ്യാപകമായ കുടിയേറ്റം ഉണ്ടാവുകയും ആദിവാസിക്ക് അവകാശപ്പെട്ട ഭൂമി പോലും ഇവിടുത്തെ കുടിയേറ്റക്കാരും അല്ലെങ്കിൽ സർക്കാർ ഈ കോളനൈസേഷൻ വിമുക്ത ഭടന്മാർക്കുൾപ്പെടെ പതിച്ചു കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ആദിവാസി ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെക്കാലവും കബളിപ്പിക്കപ്പെട്ടതിൻ്റെയും വഞ്ചിക്കപ്പെട്ടതിൻ്റെയും നിരവധി ഏടുകൾ നമുക്ക് മറയ്ക്കാൻ കഴിയും. ചരിത്രപരമായി വയനാട്ടിലെയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലുള്ള ആദിവാസികൾ കൊടും വഞ്ചനയുടെ ഇരകളാണെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. ഇനിയും ഈ ഒരു മാറ്റം അവർക്ക് ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കാരണം കോടിക്കണക്കിന് രൂപയാണ് ആദിവാസി ക്ഷേമത്തിന് വേണ്ടിയിട്ട് സർക്കാർ ഓരോ വർഷവും ഇറക്കുന്നത്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. പക്ഷേ ആദിവാസി ഇപ്പോഴും ഈ പുറമ്പോക്കിൽ കഴിയേണ്ടി വരുന്നു എന്നുള്ളതാണ്. അവർക്ക് കൃത്യമായി വീടില്ല, ഭൂമിയില്ല. അടിസ്ഥാനപരമായി ഭൂമിയില്ലായ്മ തന്നെയാണ് ആദിവാസികളെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. കാരണം കുടിയേറ്റക്കാരെത്തുന്നു, ഒരു വനാതിർത്തിയോട് ചേർന്ന് നിന്ന പ്രദേശങ്ങളിൽ നിന്ന് ആദിവാസികളെ അവിടെ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്നു. അവർ പിന്നെ വനത്തിലേക്ക് പോകുന്നു. വനത്തിലുള്ളത് പ്രാക്തന ഗോത്രവർഗ്ഗങ്ങൾ മാത്രമല്ല, അല്ലാത്ത വിഭാഗം ആളുകളും വനത്തിനകത്ത് ആദിവാസികൾ കുടുങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു വിഭാഗത്തോട് ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹം ഒരു വിഭാഗത്തെ എത്രത്തോളം ക്രൂരത അവരോട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ഇരിക്കുന്ന ഒരു വിഭാഗത്തെ മുന്നോട്ട് കൊണ്ടുവരാനാണ് CK ജാനുവും ഗീതാനന്ദനും അടങ്ങുന്ന സംഘം
അല്ലെങ്കിൽ അങ്ങനെ ഒരു സമരത്തിലേക്ക് നയിക്കുന്നത്, അത് നിർഭാഗ്യവശാൽ അത് ഇതിനകത്തായിപ്പോയി. അതായത് വന്യജീവി സങ്കേതത്തിനകത്തായിപ്പോയി. നമുക്കറിയാം കേന്ദ്ര നിയമങ്ങളെല്ലാം തന്നെ കർക്കശമായ നിയമങ്ങളും കർശനമായ നിബന്ധനകളും പാലിക്കപ്പെടേണ്ടതാണ് വനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ. അതെല്ലാം തന്നെ പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയാതെയാണ് ആദിവാസികളെ അവിടെ നിന്ന് വെടിവെച്ച് ഓടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വെടിവെച്ച് ഓടിച്ച സർക്കാരിന് ഒരു കാലത്തും ആ രക്തക്കറ അവരുടെ ശരീരത്തിൽ നിന്ന് പോവില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോഴും നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഇത് ഒരു സർക്കാരിൻ്റെ മാത്രം പ്രശ്നമല്ല. ഈ കേരളം മാറി മാറി ഭരിച്ച ഇടതു വലതു മുന്നണികൾ ആദിവാസികളോട് ചെയ്തിരിക്കുന്ന വഞ്ചന എന്താണെന്നുള്ളത് നമുക്കറിയാം. അവരിപ്പോഴും ഭൂമിക്ക് മാറി നിൽക്കുകയാണ്. മുത്തങ്ങൽ സമരം നടന്നപ്പോൾ നമുക്കറിയാം, മുത്തങ്ങൽ ആദിവാസികൾ വനം കയ്യേറിയപ്പോൾ വന്യജീവി സങ്കേതത്തിനകത്ത് പ്രവേശിച്ചപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ എതിർത്തത് അവിടുത്തെ കുറച്ച് പരിസ്ഥിതി സംഘടനകളായി നടക്കുന്ന കുറേ ആളുകളാണ്. കാരണം ഈ പരിസ്ഥിതി സംഘടനകളൊക്കെ നമുക്കറിയാം ബത്തേരി കേന്ദ്രീകരിച്ച് വലിയൊരു പരിസ്ഥിതി മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ പരിസ്ഥിതി പ്രവർത്തകരും അല്ല, പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യമാണ്, പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടത്. പക്ഷേ ബത്തേരി കേന്ദ്രീകരിച്ച് വലിയൊരു പരിസ്ഥിതി മാഫിയ നിലനിൽക്കുന്നുണ്ട്. ആ മാഫിയകളുടെ പശുക്കളെല്ലാം തന്നെ മേയുന്നത് ഈ വന്യജീവി സങ്കേതത്തിനകത്താണ്. ഇവിടെ ആദിവാസികൾ കുടിൽ കെട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പശുവിന് മേയാൻ കഴിയില്ല, അവരുടെ കാര്യങ്ങൾ നടക്കില്ല. പശു എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും പശുക്കളല്ല, ഒരു ഫാം നടത്താനുള്ള പശുക്കളെ ഈ വന്യജീവി സങ്കേതത്തിലേക്ക് അഴിച്ചുവിടുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള നീക്കങ്ങളും പൊതുസമൂഹം ആദിവാസിക്കെതിരായത് നമ്മൾ കണ്ടതാണ്. ആദിവാസികളെ കാണുന്ന സ്ഥലത്ത് നിന്ന് അടിച്ചോടിക്കുന്ന ഒരവസ്ഥ. മുത്തങ്ങ സമരത്തിന് ശേഷം ഒരു പോലീസുകാരനെ കൊന്നില്ലേ, അല്ലെങ്കിൽ ആ വനം കയ്യേറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹം അവരെ അടിച്ചോടിക്കുന്ന നമ്മൾ കണ്ടതാണ്. അവർക്ക് അതിൽ എന്ത് അവകാശമാണുള്ളത് ആദിവാസികളെ അടിച്ചോടിക്കാനുള്ളത്? അവരും ഇവിടുത്തെ പൗരന്മാരാണ്, ഇവിടെ തന്നെ മുഖ്യധാരയിൽ ജീവിക്കേണ്ടവരാണ്. നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ നമ്മൾ അവരെ അകറ്റി നിർത്തുകയാണ് ചെയ്തത്. ഈ 2001 പലരും പട്ടിണി കിടന്ന് 150ഓളം മരണങ്ങളുണ്ടായി. പട്ടിണി മരണങ്ങളുണ്ടായത് കേരളത്തിൽ നമുക്കറിയാം. കേരളം പോലുള്ള ഒരു പരിഷ്കൃത സമൂഹത്തിൽ, ഒരു പ്രബുദ്ധ സമൂഹത്തിൽ സാമ്പത്തികമായി ഒരുപാട് പുരോഗതി നേടിയെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴാണ് ഏറ്റവും പിന്നോക്ക വിഭാഗങ്ങൾ 150ഓളം ആളുകൾ മരിക്കുന്നു, പട്ടിണി കിടന്ന് മരിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് CK ജാനുവും ഗീതാനന്ദനും അടങ്ങുന്ന ആദിവാസി ഗോത്ര മഹാസഭ ഇങ്ങനെയൊരു സമരത്തിലേക്ക് നേതൃത്വം 2001 ഒരു സമരത്തിന് തീരുമാനിക്കുകയും സെക്രട്ടേറിയറ്റിൽ എത്തുകയും എല്ലാം ചെയ്യുന്നത്. പക്ഷേ ആ വാക്ക് പാലിക്കാൻ AK ആൻ്റണി സർക്കാരിന് കഴിഞ്ഞില്ല. അതാണ് സമരത്തിലേക്ക് നയിച്ചത്, അതാണ് വെടിവെപ്പിലേക്ക് നയിച്ചത്. എന്തായാലും ആ ഒരു രക്തക്കറ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു രക്തക്കറ ഒരു കാരണവശാലും ആൻ്റണിക്ക് കഴുകിക്കളയാൻ കഴിയില്ല. പക്ഷേ ആൻ്റണി മാത്രമല്ല ഇതിന് ഉത്തരവാദി എന്ന് പറയുന്നു. ഇനിയും ആദിവാസികളെ ഈ തരത്തിലേക്ക് നമ്മളുടെ അടിമകളായി മാറ്റുകയല്ല വേണ്ടത്, അവരെ മുഖ്യധാരയിലേക്ക് എത്തുന്നതിന് വേണ്ട ഫലപ്രദമായ പദ്ധതികൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. അങ്ങനെയെങ്കിലും അവർ നമുക്കൊപ്പം ഉണ്ടാകണം. കാരണം നമ്മൾ അകറ്റി നിർത്തപ്പെട്ട ആ വിഭാഗം ഇനിയെങ്കിലും മുഖ്യധാരയിൽ ഉണ്ടാവാൻ നമ്മൾ കൂടി സഹകരിക്കണം. സാമൂഹ്യപരമായി അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് മാത്രമാണ് പൊതു സമൂഹത്തിന് ചെയ്യാൻ കഴിയുക. ഒപ്പം തന്നെ സർക്കാരിന് അവരെ സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും ഉയർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ ദീർഘകാല പദ്ധതികളാണ് നടപ്പാക്കേണ്ടത്.